ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എല്ലെന്തിങ്. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഥവാ അഭിന്നക ഗുണനം എന്ന പാഠഭാഗത്തിലെ പേജ് 92-ലെ 3ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ചോദ്യം വായിക്കാം. 3ാമത്തെ ചോദ്യം, all red triangles in the picture are equilateral and of same size. What is the ratio of the sides of the outer and inner squares? ഇത് ഔട്ടർ സ്ക്വയർ, ഇത് ഇന്നർ സ്ക്വയർ. അപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, 3ാമത്തെ ചോദ്യത്തിലെ ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. ഈ ഡോട്ട് കൊടുത്തിരിക്കുന്ന എല്ലാം ഷെയ്ഡഡ് വിത്ത് റെഡ് ആണ്. ദേ ആർ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ്. ഇതെല്ലാം സമഭുജ ത്രികോണങ്ങളാണ്. നമുക്ക് എത്ര ഉണ്ട്? 8 സമഭുജ ത്രികോണങ്ങളുണ്ട്. നടുക്ക് ഷെയ്ഡഡ് വിത്ത് ബ്ലാക്ക്, ദാറ്റ് ഈസ് സ്മോൾ സ്ക്വയർ, ചെറിയ ചതുരം. പിന്നെ പുറമേ കാണുന്നത് വലിയ ചതുരം. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ വലിയ ചതുരത്തിന്റെ വശത്തിന്റെയും ചെറിയ ചതുരത്തിന്റെ വശത്തിന്റെയും അംശബന്ധമാണ്. എന്താണ് അംശം? റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ഔട്ടർ സ്ക്വയർ ആൻഡ് ഇന്നർ സ്ക്വയർ. അപ്പൊ നമുക്ക് വലിയ സ്ക്വയറിന്റെ സൈഡും ചെറിയ സ്ക്വയറിന്റെ സൈഡും ആദ്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഞാൻ ഇവിടെ ഒരു ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കുകയാണ്. ഇത് ബൈസെക്ട്സ് ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇതിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ഇവിടെയും എക്സ്. അപ്പൊ ഈ സൈഡ് എത്രയായിരിക്കും? 2x. ഈ ലെങ്ത് ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? ഹൈപ്പോട്ടനോസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനോസ് ആണ് 90യുടെ ഓപ്പോസിറ്റ്. ഇത് 90 ആണ്. 2x. 2x സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് കിട്ടും. 2x സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടും? ഇങ്ങോട്ട് എഴുതാം. 2ന്റെ സ്ക്വയർ 4, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽസ് എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കാണാൻ എന്ത് ചെയ്യണം? 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസ് 3x സ്ക്വയർ. Therefore, altitude A equals root of 3x square root 3 into root of x square എത്ര? x. അപ്പൊ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. എത്ര കിട്ടി? ഓൾട്ടിറ്റ്യൂഡ് ഓർ യു ക്യാൻ സേ ഹൈറ്റ്. ഹൈറ്റ് ഈക്വൽസ് റൂട്ട് 3x എന്ന് കിട്ടി. അപ്പം ഇവിടം വരെ, ഇവിടം തൊട്ട് ഇവിടം വരെ ആണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? റൂട്ട് 3x ആയിരിക്കും അല്ലേ? അത് നോക്കിക്കോ, ഇങ്ങനെ ഡോട്ട് ഇട്ട് വരച്ചാൽ ഈ ലെങ്ത് ഈക്വൽ ആകും. അപ്പൊ ഇവിടെ റൂട്ട് 3x ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? റൂട്ട് 3x ആയിരിക്കും. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് റൂട്ട് 3x. അപ്പോൾ ഈ ലെങ്തോ ബേസ് അല്ലേ അവിടെ വരുന്നത്? എക്സ് 2x. ഈ ലെങ്ത് 2x ആയിരിക്കും. അപ്പം നമുക്ക് ഒരു സൈഡ് കിട്ടി അല്ലെ? വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടി. ലെങ്ത് ഓഫ് one side of bigger square or you can say outer square, അല്ലെങ്കിൽ outer square എന്നും പറയാം. റൂട്ട് 3x പ്ലസ് റൂട്ട് 3x. ഈ മൊത്തം നീളം ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം നമുക്ക് കൂട്ടണം. റൂട്ട് 3x പ്ലസ് റൂട്ട് 3x പ്ലസ് 2x. അപ്പൊ എത്ര കിട്ടും? റൂട്ട് 3x രണ്ടെണ്ണം ഉണ്ടല്ലേ? 2 റൂട്ട് 3x എന്ന് എഴുതാം. 2 റൂട്ട് 3x പ്ലസ് 2. ഇതിന്ന് 2 കോമൺ ഫാക്ടർ ആയിട്ട് എടുക്കാം, എക്സും പുറത്തെടുക്കാം. നോക്കിയാൽ 2x ഈക്വൽസ് 2x എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് എന്തായാലും റൂട്ട് 3 പ്ലസ് 1 എന്ന് വരും. അപ്പം വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് നമുക്ക് കിട്ടി. 2x ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1. ഇനി ഇതുപോലെ ചെറിയ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ചെറിയ സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാൻ പോവാം. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് നമുക്കറിയാം, റൂട്ട് 3x പ്ലസ് റൂട്ട് 3x. ഇതിൽ നിന്ന് ഈ ലെങ്ത് 2x എന്ന് കുറച്ചാ പോരെ? കണ്ടേ, ഇവിടം വരെ 2x, ഇവിടം തൊട്ട് ഇവിടം വരെ റൂട്ട് 3x പ്ലസ് റൂട്ട് 3x. അപ്പൊ റൂട്ട് 3x പ്ലസ് റൂട്ട് 3xൽ നിന്ന് ഈ 2x കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ചെറിയ സ്ക്വയറിന്റെ സൈഡ് കിട്ടും. മനസ്സിലായോ? ഇത്ര വരെയുള്ള ലെങ്ത്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് ആണ്
റൂട്ട് 3x പ്ലസ് റൂട്ട് 3x, അതായത് 2 റൂട്ട് 3x. അതിൽ നിന്ന് ഈ ലെങ്ത്, അതായത് ഈ ലെങ്ത് 2x കുറച്ചാൽ മതി. ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് സ്മോൾ സ്ക്വയർ ഈക്വൽസ് root 3x plus root 3x minus 2x ഈക്വൽ. മനസ്സിലായോ? ഈ നീളത്തിൽ നിന്ന്, അതായത് ഇവിടം വരെയുള്ള നീളത്തിൽ നിന്ന് ഈ നീളം കുറച്ചാൽ ഇത് കിട്ടും. ഈ നീളം കിട്ടും. ഓക്കെ, ഈ നീളം രണ്ടിലും കോമൺ ആയിട്ടാണ് വരുന്നത്. പൊതുവായിട്ട് വരുന്ന നീളമാണ് ഈ നീളം. അപ്പൊ നമുക്ക് കുറയ്ക്കുമ്പോൾ കിട്ടും 2 root 3x minus 2x. 2x കോമൺ ഫാക്ടർ എടുത്താൽ 2x ഇൻറ്റു റൂട്ട് 3 മൈനസ് 1 എന്ന് കിട്ടും. അപ്പം ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടി. നമുക്കിനി റേഷ്യോ കാണാം. റേഷ്യോ ഓഫ് the sides of the outer and inner squares equals outer square in the one side എന്ന് പറയുമ്പോൾ 2x into root 3 plus 1 is to 2x into root 3 minus 1. Okay, 2x രണ്ടിടത്തുനിന്ന് ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്യാം, എക്സും ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? root 3 plus 1 is to root 3 minus 1 എന്ന്. അല്ലെങ്കിൽ 1 plus root 3 എഴുതിയാലും ശരി തന്നെയാണ്. ഇതാണ് നമ്മുടെ ആൻസർ. root 3 plus 1 is to root 3 minus 1. അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ചിത്രം കാണുമ്പോൾ പാടാണെന്ന് തോന്നും, പക്ഷെ എളുപ്പമാണ്. ഇനി നാലാമത്തെ ചോദ്യം prove that root of 2 and 2 by 3 equal 2 into root of 2 by 3 and root of 3 and 3 by 8 equals 3 into root of 3 by 8. Find numbers like this. ഇതുപോലുള്ള സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് is equal to root of 2 and 2 by 3 equals, നമുക്ക് ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 3 to 6 plus 2 8 by 3. 8 നമുക്ക് എങ്ങനെ എഴുതാം? root of 4 into 2 by 3. അപ്പൊ root of 4 എത്ര? 2. പിന്നെ ഇതെന്താണ്? root 2 ആണ് അല്ലേ? by root 3 equals 2 into ഇത് രണ്ടോടെ ഒരു റൂട്ടിനകത്ത് എഴുതാം. root of 2 by 3 equals right hand side. നമുക്ക് കിട്ടിയില്ലേ? ഇത് രണ്ടാക്കി എഴുതാതെ നമുക്ക് ഇങ്ങനെയും എഴുതാം. മനസ്സിലായോ? ഈക്വൽസ് 4ന്റെ റൂട്ട് 2 അതങ്ങ് പുറത്തെടുത്ത് root of 2 by 3. ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് ഈ രണ്ടാമത്തെ പ്രൂവ് ചെയ്യാം. root of 3 and 3 by 8 equals 3 root of 3 by 8. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇതല്ലേ? root of 3 and 3 by 8 equals root of 24 3 27 എന്ന് വരും. 27 by 8. ഈ 27 നമുക്ക് എങ്ങനെ എഴുതാം? 9 into 3 എന്ന് എഴുതാം by 8. root of 9 എത്ര? 3. root of 3 by 8. ഇതല്ലേ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. ഉണ്ടോ? നമ്മള് പ്രൂഫ് രണ്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലുള്ള വേറെ സംഖ്യകള്, വേറെ നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വേറെ നമ്പേഴ്സ് നമുക്ക് എഴുതാം. ഏതൊക്കെയാണ്? root of 4 and 4 by 15. root of 5 and
5/24. Root of 6 and 6/35. എങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നോക്കിക്കേ, ഇവിടെ 2, ഇവിടെ 2. 2 to 4. 4 നിന്ന് കുറച്ചാൽ 3. 3 3 is 9. 9 നിന്ന് കുറച്ചാൽ 8. 4 4 16. 16 നിന്ന് കുറച്ചാൽ 15. 5 5 25. 25 നിന്ന് കുറച്ചാൽ 24. 6 is 36. 36 നിന്ന് കുറച്ചാൽ 35. മനസ്സിലായോ? അപ്പം ഇതാണ് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം. Among the pairs of numbers given below, find those for which the quotient of the first by second is a natural number or a fraction. അതായത് ആദ്യത്തേനെ രണ്ടാമത്തോണ്ട് ഹരിക്കുമ്പോൾ അത് നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്ന് തെളിയിക്കുക. നമുക്ക് തെളിയിക്കാം. അഞ്ചാമത്തെ ചോദ്യം, 2 ഇറാഷണൽ നമ്പർ തന്നിട്ടുണ്ട്. ആദ്യത്തേനെ രണ്ടാമത്തോണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്ന് പറയണം. √72 divided by √2 equals √72നെ നമുക്ക് എന്താ ചെയ്യാം? 36 into 2 എന്ന് എഴുതാം ബൈ √2. 36ന്റെ റൂട്ട് നമുക്കറിയാം 6. √2 by √2. √2 കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും, വിച്ച് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇനി രണ്ടാമത്തത് √27 √27 divided by √3 equals root of 9 into 3 is 27 by √3. 9ന്റെ റൂട്ട് എത്ര? 3. 3 into √3 by √3. √3 കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓൾസോ എ നാച്ചുറൽ നമ്പർ. മൂന്നാമത്തത് √125 √50. √125 divided by √50. 125 നമുക്ക് എന്ത് എഴുതാം? 25 5 by 25 into 2 is 50 equals √25 എത്രയാണ്? 25ന്റെ റൂട്ട് 5 √5 by ഇവിടെ 25ന്റെ റൂട്ട് 5 √2. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? √5 by √2. This is an irrational number. ഇനി നാലാമത്തെ ചോദ്യം, √10 √2. √10 divided by √2. √10 നമുക്ക് എന്ത് എഴുതാം? √5 into √2 by √2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? √5 എന്ന് കിട്ടും. അപ്പൊ ഇതെന്താണ്? ഇറാഷണൽ നമ്പർ. അപ്പൊ ഫ്രാക്ഷൻ അല്ല, ഇറാഷണൽ നമ്പർ. ഇനി അടുത്ത ചോദ്യം, അഞ്ചാമത്തത് √20 √5. √20 divided by √5. √20 നമുക്ക് എന്ത് എഴുതാം? √5 into 4. 5 4 20 by √5 equals √5 into √4 is 2 by √5. കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2, which is a natural number. എന്ത് കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ? 2 is a natural number. ഇനി അടുത്തത് ആറാമത്തെ ചോദ്യം, √18 √8. √18 divided by √18 divided by √8 equals √18 √9 into 2 √8. 8 നമുക്ക് എന്താ എഴുതാം? 4 into 2.
4 into 2 root 4 into 2 root ഇങ്ങോട്ട് നീക്കി എഴുതാം. root 9 into 2 by root 4 into 2. root 9 എത്രയാണ്? 3 ആണല്ലേ. 3 root 2 by 4 root 2 root 2. റൂട്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ 3/2 എന്ന് കിട്ടും, which is a fraction. 3/2 which is a fraction. നമുക്ക് എന്ത് കിട്ടും? ഫ്രാക്ഷൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഈ എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.